പ്രജീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് കൊണ്ടുള്ളൊരു പുതിയ ഐറ്റമാണ്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗറുകാർക്കും പറ്റിയതാണ്. ഓട്സ് കഴിക്കാൻ എല്ലാവർക്കും മടിയല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നോക്കിയാലോ. ഒരു കപ്പ് ഓട്സ്, അരമുറി സബോള, ഒരു അല്ലി വെളുത്തുള്ളി, 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര ഐറ്റമേ വേണ്ടൂ. നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ ഓയിലൊഴിച്ച്, ഇഷ്ടമുള്ള ഓയിൽ ചേർക്കും കേട്ടോ. ഓയിലൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊട്ടിച്ച്, അതിലേക്ക് ജീരകം നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ചേർക്കാം. എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയൊരു ബ്രൗൺ നിറാകുന്നത് വരെ വഴറ്റണം. ചെറിയൊരു ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇതിൽ ചേർക്കുന്നത്. ഇളക്കി യോജിപ്പിച്ച് ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓട്സ് ചേർക്കാം. അങ്ങനെ ഓട്സ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പാകത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നല്ലപോലെ ഇളക്കി യോജിച്ച് തിളച്ച് നല്ലപോലെ ഓട്സ് വേവാൻ അനുവദിക്കുക. വേവ് ഇപ്പോൾ കറക്റ്റായി കഴിയുമ്പോൾ 3 വലിയ സ്പൂൺ ചെറുപയർ വേവിച്ചതാണ് ഇതിൽ ചേർക്കുന്നത്. ചെറുപയർ വേവിച്ചത് ചേർത്തത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അതിലേക്ക് നല്ലപോലെ ഇളക്കി മസാലയിലൊക്കെ ഒന്ന് പിടിക്കാൻ അനുവദിക്കുക. അവസാനം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത്തിരി കൂടി ലൂസായിരിക്കണം. അതുകൊണ്ട് നമ്മൾ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നേരം മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചൂടുവെള്ളം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോൾ നമ്മൾ ഒരു പീസ് ബട്ടർ ചേർക്കണം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ പാൽപ്പാടയായാലും നല്ലതാണ്. ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലിട്ട് പകർത്താം. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പുളിയില്ലാതെ തൈര്, അതിൽ കുറച്ച് ടൊമാറ്റോ, കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് ഉപ്പിട്ട് യോജിപ്പിച്ചതാണ്. നല്ല കോമ്പിനേഷനാണ് ദലിയുടെ കൂടെ ഈ ഒരു തൈരിൻ്റെ കൂട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ.